ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ ശരീരം കിടക്കയിലായിരിക്കും, പക്ഷെ നിന്റെ മനസ്സെവിടെയായിരിക്കും? നാളെ പറയേണ്ട വാക്കുകൾ ചിന്തിച്ചുകൊണ്ടോ? ഇന്നലെ പറഞ്ഞ തെറ്റുകൾ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടോ? ഇനിയും സംഭവിക്കാത്ത കാര്യങ്ങൾക്കായി പേടിച്ചുകൊണ്ടോ? ഒരേ കാര്യം വീണ്ടും വീണ്ടും വീണ്ടും. നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഓവർ തിങ്കിങ് നിനക്ക് എന്താണ് കൊടുക്കുന്നത്? ശാന്തിയോ? ഉത്തരമോ? അല്ല, അത് നിനക്ക് കൊടുക്കുന്നത് ക്ഷീണം, അത് നിനക്ക് കൊടുക്കുന്നത് ഭയം, അത് നിനക്ക് കൊടുക്കുന്നത് ആത്മവിശ്വാസക്കുറവ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഓവർ തിങ്കിങ് അവസാനിപ്പിക്കുന്ന ദിവസം നിന്റെ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങും. ഓവർ തിങ്കിങ് എന്നത് ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പ്രശ്നമല്ല. അത് കൂടുതലായി ചിന്തിക്കുന്ന, കൂടുതൽ ഫീൽ ചെയ്യുന്ന, കൂടുതൽ കെയർ ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമാണ്. നീ വീക്കല്ല, പക്ഷെ നീ കുടുങ്ങിയിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ നീ അതിനെ 100 സിനാരിയോ ആക്കി മാറ്റുന്നു. അവൻ അങ്ങനെ പറഞ്ഞത് എന്തിനാ? അവൾ അങ്ങനെ നോക്കിയത് എന്തിനാ? ഇത് പാളിയാൽ എന്താകും? നാളെ ഞാൻ പരാജയപ്പെട്ടാൽ? ഇങ്ങനെ ചിന്തിച്ച് നിന്റെ തല ഒരു തിയേറ്ററാക്കുന്നു. എല്ലാ വേഴ്സ്റ്റ് കേസ് സീൻസും മൈൻഡിൽ റണ്ണിങ്. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിലെ പല ഭയങ്ങളും ഒരിക്കലും സംഭവിക്കാത്ത കഥകളാണ്. ഓവർ തിങ്കിങ് ഒരു ഇല്യൂഷനാണ്. അത് ആക്ഷൻ എടുക്കാത്ത മനസ്സിൻ്റെ സേഫ് സോണാണ്. നിനക്കെന്തെങ്കിലും ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ നിന്റെ ബ്രെയിൻ നിനക്കൊരു എക്സ്ക്യൂസ് തരുന്നു. കുറച്ചുകൂടി ചിന്തിക്കാം. പക്ഷെ അധികം ചിന്തിക്കുന്നത് ക്ലാരിറ്റി കൊടുക്കില്ല, അത് കൺഫ്യൂഷൻ കൂട്ടും. ഒരു കാര്യത്തിൽ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നിന്റെ എനർജി കുറയുന്നു, നിന്റെ കോൺഫിഡൻസ് കുറയുന്നു, നിന്റെ ഡിസിഷൻ പവർ കുറയുന്നു. അവസാനം നീ ഒന്നും ചെയ്യാതെ നിൽക്കും. അതാണ് ഏറ്റവും വലിയ അപകടം. കാരണം ലൈഫ് മൂവ് ചെയ്യുന്നവർക്കാണ് വഴികൾ തുറക്കുന്നത്. നീ മൈൻഡിൽ മാത്രം ജീവിച്ചാൽ നിന്റെ റിയൽ ലൈഫ് സ്ലോ ആകും. ഇനിയൊരു ചോദ്യം. നീ ഇപ്പോൾ ചിന്തിക്കുന്ന പ്രശ്നം ഒരു വർഷത്തിന് ശേഷം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? പല കാര്യങ്ങളും കാലം കഴിഞ്ഞാൽ മീനിങ്ലെസ് ആകും. പക്ഷെ നീ ഇന്നതിനായി നിന്റെ സന്തോഷം സാക്രിഫൈസ് ചെയ്യുകയാണ്. ഓവർ തിങ്കിങ് നിർത്താനുള്ള ആദ്യപടി അവെയർനെസ്. നീ ഓവർ തിങ്ക് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുക. അടുത്ത പടി മൈൻഡിലുള്ളത് പുറത്തെടുക്കുക. ഒരു പേപ്പറിൽ എഴുതൂ. നിന്റെ ഭയം, നിന്റെ ഡൗട്ട്, നിന്റെ ഇൻസെക്യൂരിറ്റി. മൈൻഡിലുള്ളപ്പോൾ അത് വലുതാണ്, പേപ്പറിലെത്തിയാൽ അത് മാനേജബിൾ ആകും. പിന്നെ ചോദിക്കൂ, ഇതെൻ്റെ കൺട്രോളിലാണോ? കൺട്രോളിലാണെങ്കിൽ ആക്ഷൻ എടുക്കൂ. കൺട്രോളിലല്ലെങ്കിൽ അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യൂ. അക്സെപ്റ്റൻസ് എന്നത് തോൽവിയല്ല, അത് മെൻ്റൽ ഫ്രീഡമാണ്. ഓവർ തിങ്കിങ് ഫ്യൂച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യില്ല, പക്ഷെ പ്രസൻറ്റ് ഡിസ്ട്രോയ് ചെയ്യും. നീ ഇന്നത്തെ ദിവസം നഷ്ടപ്പെടുത്തുകയാണ്, നാളെ വരാമെന്ന് പോലും ഉറപ്പില്ലാത്ത കാരണങ്ങൾക്ക് വേണ്ടി. ഇനിയൊരു സിമ്പിൾ റൂൾ: 5, 4, 3, 2, 1. കൗണ്ട് ചെയ്ത് ആക്ഷൻ. സ്മോൾ ആക്ഷൻ പോലും മൈൻഡിനെ കാമാക്കും. കോൾ ചെയ്യേണ്ടയാളെ കോൾ ചെയ്യൂ. അപ്ലൈ ചെയ്യേണ്ട ജോബ് അപ്ലൈ ചെയ്യൂ. സ്റ്റാർട്ട് ചെയ്യേണ്ട വർക്ക് സ്റ്റാർട്ട് ചെയ്യൂ. പെർഫെക്ഷൻ വേണ്ട, പ്രോഗ്രസ് മതി. റിമെമ്പർ, ക്ലാരിറ്റി ആക്ഷനിൽ നിന്നാണ് വരുന്നത്, ആക്ഷൻ ക്ലാരിറ്റിയിൽ നിന്നല്ല. നീ പെർഫെക്റ്റ് മൊമെൻ്റ് കാത്തിരിക്കുമ്പോൾ ലൈഫ് വെയിറ്റ് ചെയ്യില്ല. നീ ധൈര്യമായൊരു സ്റ്റെപ്പ് എടുത്താൽ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. ഓവർ തിങ്കിങ് ഉള്ളവർക്കൊരു കോമൺ ഹാബിറ്റുണ്ട്. ദേ റീപ്ലേ ദ പാസ്റ്റ്. പക്ഷെ പാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് കൺട്രോൾ ഉള്ളത് പ്രസൻറ്റ് മാത്രം. ഈ നിമിഷം, ഇപ്പോൾ, ഇവിടെ. നീ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാം: ഞാനിനി എൻ്റെ മൈൻഡിൻ്റെ സ്ലേവ് ആയിരിക്കില്ലെന്ന്. നിന്റെ ചിന്തകൾ നിനക്കുള്ളതാണ്, പക്ഷെ നീ അവയുടെ ഉടമയാണ്. തോട്ട്സ് വരും, പക്ഷെ അവയെ ബിലീവ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. നീ നിന്റെ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. എവ്രി ടൈം ഓവർ തിങ്കിങ് തുടങ്ങുമ്പോൾ നിനക്ക് തന്നെ പറയൂ, സ്റ്റോപ്പ്, ആക്ട്. അതാദ്യം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പ്രാക്ടീസ് കൊണ്ട് ഈസിയാകും. ഡിസിപ്ലിൻ സ്മോൾ ആക്ഷൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. കോൺഫിഡൻസ് റിപ്പീറ്റഡ് കറേജിൽ നിന്നാണ് വളരുന്നത്. പീസ് അക്സെപ്റ്റൻസിൽ നിന്നാണ് വളരുന്നത്. ഓവർ തിങ്കിങ് ഇല്ലാത്ത ജീവിതം പ്രോബ്ലം ഇല്ലാത്ത ജീവിതമല്ല, പക്ഷെ അതൊരു പവർഫുൾ ജീവിതമാണ്. കാരണം നീ പ്രോബ്ലത്തിൻ്റെ അടിമയല്ല, നീ സൊല്യൂഷൻ്റെ ക്രിയേറ്ററാണ്. ഇന്ന് രാത്രി വീണ്ടും ഓവർ തിങ്കിങ് തുടങ്ങുമ്പോൾ ഈ വാക്കുകൾ ഓർക്കൂ. നീ ഒറ്റയ്ക്കല്ല, പലരും ഇതിലൂടെ പോകുന്നു. പക്ഷെ എല്ലാവരും അതിൽ നിന്ന് പുറത്തു വരില്ല. പുറത്തുവരാൻ തീരുമാനിക്കുന്നവരാണ് വിജയികൾ. നിന്റെ ജീവിതം നശിപ്പിക്കാൻ നിന്റെ മൈൻഡിന് അനുവദിക്കരുത്. നിനക്ക് സമാധാനം ഡിസേർവ് ചെയ്യാം, നിനക്ക് ധൈര്യം ഡിസേർവ് ചെയ്യാം, നിനക്ക് ആക്ഷൻ ഡിസേർവ് ചെയ്യാം. ഇന്നൊരു തീരുമാനമെടുക്കൂ. തിങ്ക് ലെസ്, ആക്ട് മോർ, ലിവ് ഫുള്ളി.
ഓവർ തിങ്കിങ് അവസാനിപ്പിക്കുന്ന ദിവസം നിന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങും. അതിന്നാകട്ടെ. ഫയർ.